ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. പൂർണ്ണ പുണ്യാവതാരം. ഗളി ശാരദാദേവി ജനിച്ചത് നല്ല കുടുംബത്തിൽ. നന്നേ ചെറുപ്പത്തിലെ ശാരദാദേവിയുടെ വിവാഹം കഴിഞ്ഞു. അവർക്ക് 6 മക്കളുണ്ടായി. ആരും 6 വയസ്സിനപ്പുറം ജീവിച്ചില്ല. കുടുംബത്തിൽ അസഹനീയമായ പ്രശ്നങ്ങൾ. കടുത്ത ദുഃഖം പേറി അവർ ഷിർദിയിലെത്തി. സായിബാബയോട് ശാന്തിക്കായി കേണു. അവിടുന്ന് കാരുണ്യപൂർവ്വം അവരെ സ്വീകരിച്ചു, സാന്ത്വനപ്പെടുത്തി, ആധ്യാത്മിക ഉണർവും നൽകി. തനിക്ക് മന്ത്രം ഉപദേശിക്കണമെന്ന് ഒരിക്കൽ ശാരദാദേവി ഷിർദീശ്വരനോട് ആവശ്യപ്പെട്ടു. ദേഷ്യം ഭാവിച്ചും മറ്റും ബാബ ശാരദാദേവിയെ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരുന്നു. 1918 ഷിർദി സായി അനന്തതയിൽ വിലയിക്കും മുമ്പ് ഒരു ദിവസം ഒരിക്കൽ കൂടി സായിയുടെ തൃപ്പാദങ്ങളിൽ പിടിച്ച് മന്ത്രത്തിന് അവർ അപേക്ഷിച്ചു. അസ്വസ്ഥനായി സായിബാബ അവരെ തള്ളിമാറ്റി. മനസ്സിൽ ആഴമേറിയ മുറിവുമായി ശാരദാദേവി എഴുന്നേറ്റ് പോയി. അന്ന് ആഹാരം കഴിച്ചില്ല. ദ്വാരകാമയിക്ക് എതിരെയുള്ള തുറസ്സായ സ്ഥലത്ത് വൃക്ഷച്ചുവട്ടിൽ പോയി കിടന്നു. രാത്രി ഏറെയായി. കരുണാമൂർത്തിയായ ബാബ ശാരദയുടെ അരികിലെത്തി. സാന്ത്വന വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ തുടങ്ങി. നീ ആഹാരം കഴിക്കാതെ കടുത്ത ദുഃഖവും പേറി ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉറങ്ങാനാകും? അവിടുന്ന് കരങ്ങൾ നീട്ടി പറഞ്ഞു, അല്ലാ മാലിക്. അതിനുശേഷം 2 പൂരിയും കറിയും സൃഷ്ടിച്ചു. വെള്ളം എടുക്കാനായി ശാരദ പോകാൻ തുനിഞ്ഞപ്പോൾ ബാബ അവളെ തടഞ്ഞു. പൂരി സൃഷ്ടിച്ച പോലെ ചെറിയൊരു പാത്രം ജലവും തൃക്കൈ ചലനത്താൽ വരുത്തി. മാതാവിനെ പോലെ സായി അവളെ ഊട്ടി. ശാരദ ആഹാരം കഴിച്ചു സന്തുഷ്ടയായി. അവിടുന്ന് സന്തോഷകരമായ ശബ്ദത്തിൽ അരുളി, ഞാൻ ആന്ധ്രാപ്രദേശത്ത് സായിബാബ എന്ന ഇതേ പേരോട് വീണ്ടും ജനിക്കും. നീ അപ്പോൾ എന്നെ അരികിൽ വരും. എന്റെ സമീപത്തിൽ ആനന്ദം നേടും. നിനക്കിനി ഒരു മന്ത്രത്തിന്റെയും ആവശ്യമില്ല. ഞാനിപ്പോൾ പറഞ്ഞതൊന്നും ആരോടും പറയില്ലെന്ന് എന്റെ പാദത്തിൽ തൊട്ട് സത്യം ചെയ്യും. ശാരദാദേവി സത്യം ചെയ്തു. ഈ സംഭവം കഴിഞ്ഞ് താമസിയാതെ ദസറ 1918 ഒക്ടോബർ 15 സായിനാഥൻ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. 20 വർഷം കടന്നുപോയി. ശാരദാദേവി സായിനാഥന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിതം നയിച്ചു. ഇതിനിടെ സത്യൻ എന്ന അദ്ഭുത ബാലനെ കുറിച്ച് അവർ വളരെ കേട്ടു. മൂത്ത സഹോദരൻ ശേഷമ്മ രാജുവിന്റെ ഗൃഹത്തിലാണ് അന്ന് സത്യൻ താമസിക്കുന്നത്. ശാരദാദേവി കമലാപുരത്തിലെത്തി. സത്യൻ അവരെ ശ്രദ്ധിച്ചു. തന്റെ സമീപം വന്നിരിക്കാൻ ക്ഷണിച്ചു. മധുരമായ സ്വരത്തിൽ ഗോരീ എന്ന് വിളിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഷിർദീശ്വരനല്ലാതെ മറ്റാരും ഇന്നേ വരെ ഇത്ര മാധുര്യമൂറുന്ന വാത്സല്യം നിറഞ്ഞ സ്വരത്തിൽ തന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. ബാബ പിന്നെയും പറഞ്ഞു, നീ എനിക്ക് 16 രൂപ ഇപ്പോഴും കടം തരാനുണ്ട്, ശരിയല്ലേ? ശാരദാദേവി ചിന്താക്കുഴപ്പത്തിലായി. കാരണം ഈ ബാലനെ അവർ ആദ്യം കാണുകയാണ്. സായി തുടർന്നു, ഷിർദിയിലേക്ക് അയക്കാനായി നീ 40 രൂപ ശേഖരിച്ചു. പക്ഷെ ബലറാം വഴി നീ 24 രൂപയെ അയച്ചുള്ളൂ. അപ്പോൾ 16 രൂപ ഇനിയും കടമല്ലേ? ബാലസായി തുടർന്നു, ഇതെല്ലാം നിന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ ഷിർദി ബാബ തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. നീ വന്നയുടനെ നമസ്കരിക്കുക പോലും ചെയ്യാതെ കയറിയിരിക്കുകയായിരുന്നു. പാവം, അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവർ ആ തൃപ്പാദങ്ങളിൽ വീണു. സായി പാദപത്മങ്ങളെ തന്റെ നെഞ്ചിൽ അമർത്തി. അന്ന് ഷിർദി പാദങ്ങളിൽ ചെയ്യാറുള്ളത് പോലെ തന്നെ. സത്യസായി അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അരുളി, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നുവല്ലോ ഞാൻ വരുമെന്ന്. പക്ഷേ നീ എന്റെ വാക്കുകൾ വിലക്കെടുത്തില്ല. നീ അതെല്ലാം മറന്നു. ഇപ്പോൾ ഇതാ എന്നെ അരികിൽ എത്തിയിരിക്കുന്നു. ഞാൻ പുട്ടപർത്തിയിലേക്ക് പോകുന്നു. നീയും പോരുക. നിനക്ക് ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം. അങ്ങനെ ശാരദാദേവി പർത്തിയിൽ താമസം ആരംഭിച്ചു. വലിയ പൊട്ടു തൊടുന്നത് കൊണ്ട് അവരെ സ്വാമി പെദ്ദ പൊട്ടു എന്ന് വിളിച്ചു തുടങ്ങി. നിരവധി ദിവ്യദർശനങ്ങളും അനുഭൂതികളും അവർക്ക് ഭഗവാൻ സമ്മാനിച്ചു. പുട്ടപർത്തിയിലെ തപോവൃക്ഷ ചുവട്ടിൽ അതിരാവിലെ പെദ്ദ പൊട്ടു ധ്യാനത്തിലിരിക്കും. ഒരിക്കൽ അങ്ങനെ ധ്യാനിച്ചിരിക്കവേ ഇടയ്ക്ക് അവർ കണ്ണു തുറന്നു.
അവിശ്വസനീയമായ ഒരു കാഴ്ച അവർ കണ്ടു. പ്രശാന്തി മന്ദിരത്തിനു മുകളിൽ ആകാശമാർഗെ ദേവതകൾ സഞ്ചരിക്കുന്നു. കിഴക്ക് ദിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന അവരിൽ നിന്നും ഉജ്ജ്വലമായ പ്രകാശം പ്രസരിക്കുന്നുണ്ടായിരുന്നു. മധുരമായ സംഗീതവും കേൾക്കാം. ആ ദർശനത്തിൽ പെദ്ദപൊട്ടു വിസ്മിതയായി. ശ്രീ സത്യസായി പരബ്രഹ്മത്തിന്റെ ദർശനശേഷം ആ ദിവ്യസ്വരൂപികൾ സ്വധാമത്തിലേക്ക് മടങ്ങുകയാണെന്ന് യോഗിനിയായ പെദ്ദപൊട്ടുവിന് മനസ്സിലായി. പെദ്ദപൊട്ടു മലയിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ ഭജന ഹാൾ തുറന്നു. എല്ലാവരും സുഖസുഷുപ്തിയിൽ. പക്ഷെ അപ്പോഴും ആ ദിവ്യസംഗീതം പെദ്ദപൊട്ടുവിന് കേൾക്കാമായിരുന്നു. ഇപ്പോഴും ഏതോ ദേവതമാർ ബാബയെ നൃത്തസംഗീതാദികൾ കൊണ്ട് ആനന്ദിപ്പിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. നേരം പുലർന്നു. ദർശനവേള. പെദ്ദപൊട്ടു സ്വാമിയോട് ഇക്കാര്യം പറഞ്ഞു. സ്വാമി, അവിടുത്തെ ദർശിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന ദേവാദികളെ ഞാൻ കണ്ടു. ഓ, നീ അത് കണ്ടുവോ? പുഞ്ചിരിയോടെ ഗാംഭീര്യത്തോടെ സ്വാമി. അതേ സായിനാഥൻ. ബാല്യത്തിൽ കടുത്ത തലവേദന MS ദീക്ഷിത്തിനെ അലട്ടിയിരുന്നു. പിതൃസഹോദരൻ ബാലനെ ഷിർദിബാബയുടെ സമീപം കൊണ്ടുപോയി. ഷിർദീശ്വരൻ ധുനിയിൽ നിന്നും വിഭൂതി എടുത്ത് ബാലന്റെ നെറ്റിയിൽ പുരട്ടി. പിന്നീട് അതിപരുഷമായി കൽപ്പിച്ചു, പോ ഇവിടുന്ന്. ബാലൻ ഭയന്ന് പുറകോട്ട് ആഞ്ഞുപോയി. കവിളിൽ ആഞ്ഞടിച്ച അനുഭവമായിരുന്നു കുട്ടിക്ക് ആ വാക്കുകളിലൂടെ അനുഭവപ്പെട്ടത്. ഇനി ഒരിക്കലും ബാബയുടെ സമീപത്തേക്കില്ലെന്ന് ബാലൻ തീരുമാനമെടുത്തു. പക്ഷേ കാക്കാ സാഹേബ് അവന് ഉറപ്പ് കൊടുത്തു. ബാബ അടിച്ചതായി തോന്നിയത് നീ തെറ്റിദ്ധരിച്ചതാണ്. സത്യത്തിൽ ബാബ അനുഗ്രഹിക്കുകയായിരുന്നു. ബാബ ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിച്ചത് രോഗത്തിനോടാണ്. അദ്ദേഹം തുടർന്നു, ഞങ്ങളിൽ ഓരോരുത്തരും ബാബയുടെ കൃപയ്ക്കായി ഇത്തരം ഒരു അടയാളത്തിനായി കാത്തിരിക്കുകയാണ്. ഇതുപോലെ ഒരു അടി ആർക്കെങ്കിലും ലഭിച്ചാൽ അവൻ താൻ അത്യന്തം അനുഗ്രഹിക്കപ്പെട്ടതായി കരുതും. എന്തായാലും പിന്നീടൊരിക്കലും ബാലന് തലവേദന ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഷിർദീശ്വരൻ സത്യസായി ബാബയായി പുനരവതരിച്ച വാർത്ത കേട്ട് MS ദീക്ഷിത് കൂട്ടുകാർക്കൊപ്പം പുട്ടപർത്തിയിലെത്തി. 1961 ഒക്ടോബർ 23 അത്, വിജയദശമി ദിനം. ആ സന്ദർഭത്തിൽ സംസാരിക്കവേ ഭഗവാൻ അരുളി. ഈ ദിവ്യശക്തി പൂർവ്വശരീരം ത്യജിച്ചത് 1918. അന്ന് ഞാൻ ഭക്തജനങ്ങളോട് പറഞ്ഞിരുന്നു, 8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വരുമെന്ന്. കാക്കാ സാഹേബ് ഇത് കുറിച്ചു വച്ചത് ഇങ്ങനെ: സായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, 8 വയസ്സായ ബാലനായി തിരിച്ചു വരുമെന്ന്. ഈ തെറ്റ് വരാൻ കാരണം ഞാൻ പറഞ്ഞ കാര്യം വളരെയേറെ കാലത്തിന് ശേഷം തൻ്റെ ഓർമ്മയെ മാത്രം ആശ്രയിച്ചാണ് കാക്കാ സാഹേബ് കുറിച്ചു വെച്ചത്. അതുകൊണ്ടാണ് തെറ്റ് വന്നത്. ശിവരാത്രി ആഘോഷവേളയിൽ പുട്ടപർത്തിയിൽ ദീക്ഷിത് വരാനിടയായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സംശയമുണർന്നു. ഇതെന്താണ് ഇങ്ങനെ? ഷിർദി ബാബ അഹങ്കാരലേശമില്ലാത്ത വ്യക്തിത്വത്തിനുടമ, വസ്ത്രധാരണം വളരെ ലളിതം. ആ ഷിർദീശ്വരൻ ഈ രൂപത്തിൽ സുന്ദരപുരുഷനായി പുനരവതരിക്കുമോ? സത്യസായി ബാബ ഇവിടെ എൻ്റെ മുന്നിൽ ഒന്നാം തരം പകിട്ടോടെ സിനിമാ നടനെ പോലെ ഒരുങ്ങി നിൽക്കുന്നു. ഇതെങ്ങനെ പൊരുത്തപ്പെടും? ദീക്ഷിത് ഇങ്ങനെ ചിന്തിച്ച് ഭഗവാനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദിയിൽ ഷിർദിസായി വിഗ്രഹത്തിന് മുകളിൽ കമഴ്ത്തി പിടിച്ചിരിക്കുന്ന ചെറിയ പാത്രത്തിൽ നിന്നും വിഭൂതിയുടെ നിലയ്ക്കാത്ത പ്രവാഹം, ഭഗവാന്റെ വായിൽ നിന്നും ശിവലിംഗങ്ങൾ ഉദ്ഭവിച്ച അത്ഭുതവും ദീക്ഷിത് ജാഗ്രതയോടെ ശ്രദ്ധിച്ചു. അതിനുശേഷം ഭഗവാൻ പ്രഭാഷണം തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നു, ഞാൻ എന്തിനാണ് സിനിമാ നടനെ പോലെ സിൽക്ക് വസ്ത്രം ധരിക്കുന്നതെന്ന്, ഇത്തരം പ്രത്യേകതയോടെ മുടിവച്ചിരിക്കുന്നതെന്ന്. ഇത് കേട്ട് ദീക്ഷിത് അന്ധാളിച്ചു. തൻ്റെ സംശയങ്ങളെയാണ് ഭഗവാൻ പരാമർശിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. ദീക്ഷിത് അസ്വസ്ഥനായി. ദീക്ഷിത്തിനെ ഭഗവാൻ ഇന്റർവ്യൂ മുറിയിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ അമ്മാവൻ കാക്കാ സാഹേബ് ദീക്ഷിതിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. സ്വാമി ആ ചിത്രം കണ്ടു പറഞ്ഞു, ഇത് നിന്റെ അമ്മാവൻ HS ദീക്ഷിതിന്റെ ഫോട്ടോയല്ലേ? ഞാൻ ഷിർദിയിലായിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ ഭക്തനായിരുന്നു. ഇനി നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതോടെ അദ്ദേഹം സത്യസായീശ്വരനിൽ ശരണാഗതി അടഞ്ഞു. ഓം തത്സത്ത്.